ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നിവിടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. നോയമ്പ് തുറയ്ക്ക് വേണ്ടി ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കാനും മാവ് കിണ്ടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉടുപ്പീസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി വറുത്ത പൊടിയാണ് കേട്ടോ. നല്ലതാണ് ഉടുപ്പീസിൻ്റെ അരിപ്പൊടി. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കണം, നമുക്ക് മാവ് കിണ്ടിയെടുക്കണം. അപ്പം ഞാൻ വെള്ളം ഒന്ന് തിളച്ചുകൊണ്ട് വരട്ടെ. ഞാൻ പിന്നെ ആണെങ്കിൽ ഇവിടെ തേങ്ങാമുറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തിരുകാനും മറ്റു കാര്യത്തിനൊക്കെ. അപ്പോൾ ഞാൻ അന്നേരം തേങ്ങയൊക്കെ തിരുകി മാവൊക്കെ എടുക്കട്ടെ. എല്ലാം ഒന്ന് ഞാൻ കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ എൻ്റെ വീഡിയോസിനകത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തരുമല്ലോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ മാവൊന്ന് അരിച്ചിട്ട് വരട്ടെ കേട്ടോ. അരിപ്പയില്ല, ഞാൻ ഈ ജ്യൂസ് അരിപ്പയ്ക്കകത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ മാവ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് മാവ് കിണ്ടിയെടുക്കാം. ഓക്കെ. അപ്പോൾ തേങ്ങ തിരിയിട്ടില്ല കേട്ടോ, തേങ്ങ തിരുകണം. അതിന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ തിരുകാൻ. അപ്പോൾ ഞാനൊന്ന് വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ മാവൊന്ന് കിണ്ടിയെടുക്കട്ടെ. ഓക്കെ. ഞാൻ മാവെല്ലാം കിണ്ടി ഞാൻ 3 തട്ട് ഞാൻ ഗ്യാസിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഉള്ളൂ കേട്ടോ. ഞാനെല്ലാം ഒരുപാടൊന്നും ദീർഘിപ്പിച്ച് കാണിക്കുന്നില്ല, ആരും ബോറടിച്ച് കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിനകത്തോട്ട് 3 തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തോന്ന് നോക്കട്ടെ. വെന്തോ നോക്കാം. വെന്തിട്ടില്ല, നോക്കട്ടെ. ഓക്കെ. ഇല്ല, ഇച്ചിരി കൂടെ വരാനുണ്ട്. ഇച്ചിരി നേരമായിട്ടുള്ളൂ വെച്ചിട്ട്. അപ്പം ഒന്നും കൂടെ വേകാനുണ്ട്. അപ്പം നമുക്ക് ഇടിയപ്പം വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഒരു തട്ട് വെന്ത് കാണും, താഴത്തെ തട്ട് വെന്താണ്. അപ്പം ഞാൻ അതൊന്നും ഇങ്ങനെ എടുക്കട്ടെ. ഓക്കെ. എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു തരണേ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇടിയപ്പം ഒരു തട്ട് വെന്തു കണ്ട, ഒരു തട്ട് വെന്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു തട്ട് ഒഴിഞ്ഞ തട്ടിനകത്ത് നമുക്ക് ഇച്ചിരി കൂടെ നമുക്ക് പിരിച്ച് വെക്കാം. ഒരു തട്ട് ഞാൻ വെന്തിട്ടുണ്ടായിരുന്നു ഇടിയപ്പം, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 തട്ടും കൂടെ വേകാനുണ്ട്, അത് അതിനകത്തിരിക്കട്ടെ. അപ്പോൾ ഒഴിഞ്ഞ തട്ടിനകത്തോട്ട് ഞാൻ തിരിച്ചുവാണ്. ഒരു തട്ട് ഞാൻ എടുത്തു. ഇനി ഞാനതെടുത്തൊന്ന് മാറ്റി വെച്ച് ഇതങ്ങോട്ട് വയ്ക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ നോയമ്പ് തുറയുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ, അതിനകത്താണിരുന്നോ. ഇതൊന്ന് ചെയ്യട്ടെ. ഇത് ജോലിയൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇനി എനിക്കിവിടെ ഇച്ചിരി ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു ഇടിയപ്പത്തിന്. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു ഇച്ചിരി കൂടെ കരപ്പും കൂടെ ഒക്കെ ചേർത്ത് ചീനച്ചട്ടിയിലിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി
മാവും കൂടെ ഉണ്ട്, അത് ഇത്രേ ഉള്ളൂ. കണ്ട, അതിനിപ്പം അടുത്തവരെന്തോ ഞാൻ പിച്ചിടും, എന്തുവാ സേവനായിൽ വെച്ച് ഒന്നും കൂടെ ഒരു 1-2 ഇടിയപ്പത്തിനും കൂടെ ഒക്കെ കാണും. അപ്പോൾ അതും അങ്ങനെയാണ് ചെയ്യും. അപ്പോൾ ഞാൻ എണ്ണ വെച്ച് ഇച്ചിരി ഇത് തോക്കുണ്ട്, എൻ്റെ തോക്കുണ്ട്. നിങ്ങൾ വർഷങ്ങളെത്തിയ തോക്കാണിത്. കാരണം പിന്നെ ലൈറ്റർ തോക്കല്ല കേട്ടോ, സോപ്പ് മേടിക്കല്ലേ നിങ്ങൾ. ലൈറ്റർ വർഷങ്ങളെന്ന് പറഞ്ഞാൽ കുറേയേറെ കാലത്ത് ഞങ്ങൾക്ക് ഒരു ഗൾഫുകാർ കൊണ്ടുവന്ന് തന്ന പിന്നെ ലൈറ്ററാണിത് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പവും ഇതിന് വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളേ. ആരും ബോറടിക്കല്ലേ, ഞാൻ ഉണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ആകത്തില്ലേ അല്ലേ മുത്തുമണികളെ? അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ വയ്ക്കട്ടെ. എണ്ണ എടുക്കട്ടെ കേട്ടോ. എണ്ണ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി ചീനച്ചട്ടി ഒന്നും കണ്ടിട്ട് നിങ്ങളാരും എന്നൊന്നും പറയല്ല കേട്ടോ. ആളിന്ന് ചീനച്ചട്ടിയൊക്കെയാണ്. അപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ഇവിടെ ഇരിക്കട്ടെ. ഞാനിതിനകത്തോട്ട് കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ച് ആ കറി ഒന്ന് ശരി ക്ലിയർ ചെയ്തെടുക്കാനായിരുന്നേ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ബീഫ് കറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി അരപ്പും കൂടെ ഒക്കെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ കറി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ ഇച്ചിരി പച്ചയ്ക്ക് അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതൊന്നും കൂടെ ഒന്ന് ആക്കി വെച്ചെടുക്കാൻ നമുക്ക്. അപ്പോൾ കറിക്ക് ഇച്ചിരി കൂടെ ഒക്കെ കറി ഇട്ടിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല സൂപ്പർ ബീഫ് കറിയാണ്. ഇച്ചിരി കറിയുള്ളായിരുന്നു. അപ്പം ഇച്ചിരി കൂടെ അരപ്പും കൂടെ ഒക്കെ ആയപ്പോൾ ഞാനൊരു ഇച്ചിരി അരപ്പും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്തോന്ന് വെക്കുന്നത് അതൊന്നും പറ്റില്ല, സാരമില്ല, സമയമൊക്കെ ഒരുപാടായി. അപ്പം ഞാൻ ആ തേങ്ങ അരച്ചതാണ് കേട്ടോ ഇത്. അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നമുക്കിതൊരു കറി നല്ല സൂപ്പർ കറിയാക്കി മട്ടൻ കറി വെക്കത്തില്ലേ എന്നതുപോലെയാണ് കേട്ടോ. ഒരു ഇച്ചിരി പച്ച തേങ്ങയൊക്കെ അരച്ച് അതിനകത്ത് ചേർത്ത് ഉപ്പും പുളിയൊന്നും നോക്കലൊന്നുമില്ല. മാവിനൊക്കെ ഇച്ചിരി മാവിന് ഉപ്പൊക്കെ ഇട്ട് ഞാൻ എല്ലാം എന്തോന്നാക്കി വെച്ചിട്ടുണ്ട്. തുമ്മാൻ നെഞ്ഞിപ്പോയതാണ് തുമ്മാൻ കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. നോമ്പായിട്ട് നമുക്ക് ഒന്നും നോക്കാൻ ഒക്കത്തില്ലല്ലോ ഉപ്പും പുളിയൊന്നും. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, എല്ലാം ഒരു വഴിക്കല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ സാധാരണ. 2 പേർക്ക് എന്തോ വേണം മുത്തുമണികളെ, ഇതൊക്കെ തന്നെ അധികം നമ്മുടെ പഠിച്ചവൻ ഈ റിസ്ക് നമുക്ക് കുറയ്ക്കരുതെന്നേ ഉള്ളൂ, അങ്ങനെയല്ലേ? അപ്പം അരപ്പ് ഇത്രയേ ഉണ്ട് കണ്ടോ. ഓക്കെ അല്ലേ? ഇത് ഇത്രയും പോരെ അരപ്പ്? നോമ്പൊക്കെ പിടിച്ച് മനുഷ്യൻ ക്ഷീണിച്ച് മൊത്തം കയ്യും കാലും ഒക്കെ തേഞ്ഞു. വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ, കാണുന്നവരാരുമില്ല ഞാൻ വട്ടാണോ ഇതിനെന്ന് വിചാരിക്കല്ലേ കേട്ടോ. പക്ഷേ വിചാരിച്ചാലും എനിക്ക് ഇച്ചിരി വട്ടിൻ്റെയൊക്കെ വട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓരോരുത്തരും പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വട്ടിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എൻ്റെ ഇടിയപ്പം വേകാനായിട്ടുണ്ട്. മറ്റേ 2 തട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ അടിയിലുള്ള തട്ട് വേകണം. ബാക്കി കുറച്ച് മാവിരിപ്പുണ്ട്. അതിനൊന്നും കൂടെ നമുക്ക് ഒരു തട്ടും കൂടെ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തട്ടും കൂടെ എടുത്ത് ഇതിനകത്തൊരു തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇടിയപ്പം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കാസറോളിനകത്തോട്ട് ആക്കി വെക്കുന്നില്ല ഞാനിപ്പോൾ, കാരണം ചൂടോടെ വെച്ച് കഴിഞ്ഞാൽ അവിന് പോകും. ഒന്ന് ആറിയിട്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ചെറിയ തിരിയുടെ ഇടിയപ്പമാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണിത് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയ പൊടിത്തിരിയില്ലേ, അതാണ് എനിക്കിഷ്ടം. ബിരിയാണി ആണെങ്കിലും ചെറിയ അരിയുടെ ബിരിയാണിയാണ് എനിക്കിഷ്ടം. അപ്പോൾ കറിയാണെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ ആർക്കോ വേണ്ടിയൊക്കെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി മാവ് കൂടി ഇടുന്നില്ലേ, അത് ഞാൻ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നക്കിയിടാം.
എന്തുവാ മാവേ ഇങ്ങനെ ഞാൻ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ എൻ്റെ കയ്യും കാണിക്കും ഞാൻ കണ്ട് എന്തോന്നോ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതെന്താ വൈകുന്നൊക്കെ ചോദിക്കത്തില്ലേ. മാവ് നിറച്ച് കയ്യിൽ നിറച്ച് മാവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇടിയപ്പം പിരിച്ചെന്ന് നിങ്ങളെ ഞാനൊന്ന് വെച്ചാൽ അയ്യോ അത്രയൊക്കെ കാണിച്ചു നിങ്ങൾക്ക് അത് പോവുകയാണ്. അടക്കളയൊക്കെ കണ്ടോ നിങ്ങൾ? എൻ്റെ അടക്കളയൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വല്ലതും? ഇതൊക്കെ ഞാനിപ്പോൾ നോയമ്പായിട്ടൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ആകെ കുളമായിട്ട് കിടന്ന അടക്കളയാണ്. നോയമ്പിനൊക്കെ ഞാൻ പിന്നെ അപ്പുറത്തൊന്നും കുറച്ച് ടൈലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ടൈലൊക്കെ ഓരോരുത്തർ തന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തു. ഞാൻ എൻ്റെ അടക്കളയെ പുതിയ ഒരു പെണ്ണായിട്ടാക്കിയെടുത്ത്, പുതിയ അടക്കളയാക്കിയെടുത്ത് കേട്ടോ. അപ്പം കവി എന്തെങ്കിലും അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്ന് തുടച്ചില്ലല്ലോ. നിങ്ങൾ വിചാരിക്കത്തില്ല അയ്യോ ഈ തള്ളയ്ക്ക് വൃത്തിയും ഇല്ലെന്ന് വിചാരിക്കത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ചാറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ചാറ്റ്സ് കറി വെക്കുന്ന പോലെ വെച്ചതാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കറി. ഇഷ്ടമാകുന്നുണ്ടോ നമുക്ക്? കറുത്തിരിക്കാതെ വെളുത്തിരിക്കുന്ന കറിയാണ് മനസ്സിലായോ? അപ്പം ഇടിയപ്പം ഞാൻ മറ്റൊന്നും കൂടെ പീസ് ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെന്തു. അപ്പോൾ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ നോയമ്പ് മുറിയുടെ. ഞാൻ ഇതുവരെ ഒന്നും പിന്നെ നോയമ്പിൻ്റെ വിശേഷങ്ങളൊന്നും കാണിച്ച ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇതുവരെ. പിന്നെ എല്ലാവരും അങ്ങ് വഴക്ക് പറയുമായിരുന്നു, നല്ലൊരു വലിയ വീഡിയോ ഇടുന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വയറ്റിൽ എൻ്റെ ചങ്കുകളൊക്കെ എന്നെ കിടന്ന് വഴക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാലും എന്തായാലും ഇതങ്ങ് ഇടാം, കാണുന്നവർ കാണട്ടെ. എന്നാലും എന്നോട് സ്നേഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരും, അതൊക്കെ എനിക്കറിയാം കേട്ടോ, അതും എനിക്ക് ഉറപ്പാണ്. അപ്പം അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇനി അടുത്തത് എന്തുവാ, ഞാനിപ്പോൾ ഇത് കാസറോളിലോട്ടാക്കട്ടെ. ഇപ്പോൾ ഇടിയപ്പം വന്നിട്ട് കാസറോൾ വെക്കണം. ഞാൻ ചായക്കുള്ളതൊക്കെ എടുക്കട്ടെ, മറ്റു ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചായക്ക് പാൽ എടുക്കട്ടെ. ഇതൊക്കെ കഴുകാനുള്ള പാത്രങ്ങളാണ്, കഴുകാനുള്ളതൊക്കെ അവിടെ ആക്കി വെച്ചിരിക്കും. ഇല്ല വലിയ വീഡിയോ ഇടുക അപ്പം നല്ലൊരു വലിയ വീഡിയോ ആയിപ്പോയി ഇട്ടത്. ചായ ഒത്തിരി വേണം ഞങ്ങൾക്ക്. എനിക്ക് ഇപ്പം നോയമ്പായിക്കൊണ്ട് എനിക്കിപ്പോൾ ചായക്ക് ഇഷ്ടം പോലെ കൊതിയാണ്. പാലിച്ചിരുമ്പോൾ ഒഴിക്കും, ഇച്ചിരി കാലം കഴിക്കുക, അല്ലെങ്കിൽ ഈ ചായക്ക് ഒരു ഇതുണ്ട്. ഓക്കെ, ചായ അടുപ്പിലായി, ഇടിയപ്പമായി. ഇനി ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണം, അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഐറ്റം ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്തിരിക്കുക, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ചായ തിളയ്ക്കണം, കഴിക്കണം, പിന്നെ ഒഴിക്കണം, തേയിലിടണം, തിളപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ജോലിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണികളും പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണേ. ഓക്കെ, ഞാൻ ഇത്രയായിട്ട് നിർത്തുവാണ്, സമയം ഒരുപാടായി. ഇന്ന് 1-2 അടുത്തൊക്കെ പോയിച്ച് വന്നുകൊണ്ട് സമയം അങ്ങ് പോയി. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ലൈവല്ല സോറി വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു ചായയുടെ പിന്നെ നോയമ്പിൻ്റെ എന്തുവാ നോയമ്പ് തുറയ്ക്കുള്ള പലഹാരത്തിൻ്റെ നാസ്തയുടേതാണ് ഈ കാണിച്ചത്. ഓക്കെ, വരുവാ അസ്സലാമു അലൈക്കും.